എജിക്കസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പി എസ് സിയുടെ ഇനി വരുന്ന പരീക്ഷകൾക്കായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. പട്ടിണി കിടക്കുന്നവനോട് മതത്തെപ്പറ്റി സംസാരിക്കുന്നത് അവനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ആരുടെ വാക്കുകളാണ്? പട്ടിണി കിടക്കുന്നവനോട് മതത്തെപ്പറ്റി സംസാരിക്കുന്നത് അവനെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ, സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളാണ് പട്ടിണി കിടക്കുന്നവനോട് മതത്തെപ്പറ്റി സംസാരിക്കുന്നത് അവനെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ സാഹിത്യകൃതി. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ സാഹിത്യകൃതി ഏതാണ്? ഓപ്ഷൻ ബി, ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ സാഹിത്യകൃതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. 1857 സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത റാണി ലക്ഷ്മിഭായ് ഏത് പ്രദേശത്തിൻ്റെ ഭരണാധികാരി ആയിരുന്നു? 1857 സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത റാണി ലക്ഷ്മിഭായ് ഏത് പ്രദേശത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു? ഓപ്ഷൻ എ, ഝാൻസി. 1857 സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത റാണി ലക്ഷ്മിഭായ് ഝാൻസി എന്ന പ്രദേശത്തിൻ്റെ ഭരണാധികാരി ആയിരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ ബി, പാലക്കാട്. പാലക്കാട് ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. കേരളത്തിലെ ആദ്യ മുസ്ലിം പള്ളി എവിടെയാണ് നിർമ്മിച്ചത്? കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി എവിടെയായിരുന്നു നിർമ്മിച്ചത്? ഓപ്ഷൻ എ, കൊടുങ്ങല്ലൂർ. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരായിരുന്നു കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി നിർമ്മിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഏതിനെയായിരുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ എ, മൗലികാവകാശങ്ങൾ. ഭരണഘടനയിലെ മൗലികാവകാശങ്ങളെയായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. ഡോക്ടർ BR അംബേദ്കറാണ് ഇങ്ങനെയൊരു വിശേഷണം നൽകിയത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഓപ്ഷൻ എ, പെരിയാർ. പെരിയാർ നദിയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കമിട്ടത് ആരാണ്? ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കമിട്ടത് ആരായിരുന്നു? ഓപ്ഷൻ എ, ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് 5 ഇയർ പ്ലാൻസിന് തുടക്കമിട്ടത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. സിറിങ്സ് എന്നത് ഏതിൻ്റെ ശബ്ദകോശമാണ്? സിറിങ്സ് എന്നത് ഏതിൻ്റെ ശബ്ദകോശമാണ്? ഓപ്ഷൻ എ, പക്ഷികൾ. പക്ഷികളുടെ ശബ്ദകോശത്തിൻ്റെ പേരാണ് സിറിങ്സ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഓപ്ഷൻ സി, എക്കൽ മണ്ണ്. എക്കൽ മണ്ണാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം. തന്നിരിക്കുന്നവയിൽ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? ഓപ്ഷൻ എ, പാലക്കാട് ചുരം. പാലക്കാട് ചുരമാണ് തന്നിരിക്കുന്നവയിൽ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം. ജമ്മു കാശ്മീരിന് നൽകിയിരുന്ന പ്രത്യേക പദവി ഇല്ലാതാക്കിക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം
370 റദ്ദാക്കിയ വർഷം. ജമ്മു കാശ്മീരിന് നൽകിയിരുന്ന പ്രത്യേക പദവി ഇല്ലാതാക്കിക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 370 റദ്ദാക്കിയ വർഷം. ഓപ്ഷൻ എ 2019. 2019 അനുച്ഛേദം 370 റദ്ദാക്കിയത്. ജമ്മു കാശ്മീരിന് നൽകിയിരുന്ന പ്രത്യേക പദവി ഉൾക്കൊള്ളുന്ന അനുച്ഛേദമായിരുന്നു 370, അനുച്ഛേദം 370. കേരളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി. ഓപ്ഷൻ ബി കേരള യൂണിവേഴ്സിറ്റി. തിരുവിതാംകൂർ സർവകലാശാല എന്ന പേരിലായിരുന്നു ഇത് സ്ഥാപിക്കപ്പെട്ടത്. പിന്നീട് കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം കേരള യൂണിവേഴ്സിറ്റി ആക്ട് അനുസരിച്ച് ഇതിൻ്റെ പേര് കേരള സർവകലാശാല എന്നാക്കി മാറ്റുകയാണ് ഉണ്ടായത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജില്ല ഏതാണ്? ഓപ്ഷൻ ബി തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജില്ല. ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്നത് മലപ്പുറവും ജനസാന്ദ്രതയിൽ മുന്നിൽ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയുമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി DPSP ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭാഗത്തിലാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭാഗത്തിലാണ്? ഓപ്ഷൻ എ ഭാഗം 4. ഭരണഘടനയുടെ ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ അഥവാ DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്ന തീയതി. ഓപ്ഷൻ എ 1950 ജനുവരി 26. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത്. പഴശ്ശിരാജയുടെ കലാപങ്ങൾ നടന്ന കാലഘട്ടം. പഴശ്ശിരാജയുടെ കലാപങ്ങൾ നടന്ന കാലഘട്ടം തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി 1793 മുതൽ 1805 വരെ. 1793 മുതൽ 1805 വരെയുള്ള കാലഘട്ടങ്ങളിലായിട്ടാണ് പഴശ്ശിരാജയുടെ കലാപങ്ങൾ നടന്നത്. 2 പ്രധാന ഘട്ടങ്ങളിലായിട്ടായിരുന്നു പഴശ്ശി കലാപങ്ങൾ നടന്നത്. ഒന്നാം പഴശ്ശി കലാപം നടന്നത് 1793 മുതൽ 1797 വരെ. രണ്ടാം പഴശ്ശി കലാപം നടന്നത് 1800 മുതൽ 1805 വരെ ആയിരുന്നു. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരായിരുന്നു? ഓപ്ഷൻ എ ജ്യോതി വെങ്കടാചലം. ജ്യോതി വെങ്കടാചലമായിരുന്നു കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A ബന്ധപ്പെട്ടിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായിട്ടാണ്? ഓപ്ഷൻ എ വിദ്യാഭ്യാസ അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A ബന്ധപ്പെട്ടിരിക്കുന്നത് വിദ്യാഭ്യാസ അവകാശവുമായിട്ടാണ്. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ ഭരണകൂടം ബാധ്യസ്ഥരാണ് എന്നീ അനുച്ഛേദം വ്യക്തമാക്കുന്നു. 2002 86ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയായിരുന്നു അനുച്ഛേദം 21A ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഇതിലൂടെ ഇത് വിദ്യാഭ്യാസത്തെ ഒരു മൗലിക അവകാശമാക്കി മാറ്റുകയുണ്ടായി. അടുത്ത ചോദ്യം നോക്കാം. നാട്ടുരാജ്യമായ തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണം സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ച വർഷം. നാട്ടുരാജ്യമായ തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണം സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ ഡി 1938. 1938 നാട്ടുരാജ്യമായ തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണം സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ചത്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം തന്നിരിക്കുന്നവയിൽ
കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഏതാണ്? ഓപ്ഷൻ എ അതിരപ്പള്ളി. അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം. കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് എവിടെ? കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് എവിടെയായിരുന്നു? ഓപ്ഷൻ എ തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് തിരുവനന്തപുരത്ത് ആയിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. ഓപ്ഷൻ എ കല്ലട. കല്ലട ജലസേചന പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. ഭാരതപ്പുഴ പ്രധാനമായും കേരളത്തിലെ ഏതെല്ലാം ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്? ഭാരതപ്പുഴ പ്രധാനമായും കേരളത്തിലെ ഏതെല്ലാം ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്? ഓപ്ഷൻ എ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. ഭാരതപ്പുഴ പ്രധാനമായും കേരളത്തിലെ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്. അറബിക്കടൽ ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? അറബിക്കടൽ തന്നിരിക്കുന്നവയിൽ ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? ഓപ്ഷൻ എ ഇന്ത്യൻ മഹാസമുദ്രം. അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഒരു ഭാഗമാണ്. തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ ഏത് സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്? കേരളത്തിൽ ഏത് സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്? ഓപ്ഷൻ ബി ലക്കിടി. തന്നിരിക്കുന്നവയിൽ ലക്കിടിയിലാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ മഴ ലഭിക്കുന്നത്. വയനാട് ജില്ലയിലാണ് ലക്കിടി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാട് അഥവാ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിശേഷിപ്പിച്ച കേരള ടൂറിസം വകുപ്പിന് വേണ്ടിയുള്ള പരസ്യവാചകം രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? തന്നിരിക്കുന്നവരിൽ കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാട് അഥവാ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിശേഷിപ്പിച്ച കേരള ടൂറിസം വകുപ്പിന് വേണ്ടിയുള്ള പരസ്യവാചകം രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി വാൾട്ടർ മെൻഡിസ്. വാൾട്ടർ മെൻഡിസ് ആണ് കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാട് അഥവാ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിശേഷിപ്പിച്ച കേരള ടൂറിസം വകുപ്പിന് വേണ്ടിയുള്ള പരസ്യവാചകം രൂപകൽപ്പന ചെയ്ത വ്യക്തി വാൾട്ടർ മെൻഡിസ്. ശ്രീനഗർ ലേ ദേശീയപാതയിലെ സോനാമാർഗ് തുരങ്കം ഏത് ദേശീയപാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ശ്രീനഗർ ടു ലേ ദേശീയപാതയിലെ സോനാമാർഗ് തുരങ്കം ഏത് ദേശീയപാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ദേശീയപാത 1 നാഷണൽ ഹൈവേ 1. ദേശീയപാത 1 ശ്രീനഗർ ടു ലേ ദേശീയപാതയിലെ സോനാമാർഗ് തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് ആഹ്വാനം ചെയ്യുകയും ജാതി വിവേചനത്തിനെതിരെ ശക്തമായി നിലകൊള്ളുകയും ചെയ്ത കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയിത്തം അറബിക്കടലിൽ തള്ളണമെന്ന് ആഹ്വാനം ചെയ്യുകയും ജാതി വിവേചനത്തിനെതിരെ ശക്തമായി നിലകൊള്ളുകയും ചെയ്ത കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് തന്നിരിക്കുന്നവരിൽ ആരാണ്? ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് അയിത്തം അറബിക്കടലിൽ തള്ളണമെന്ന് ആഹ്വാനം ചെയ്യുകയും ജാതി വിവേചനത്തിനെതിരെ ശക്തമായി നിലകൊള്ളുകയും ചെയ്ത കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ഓപ്ഷൻ ഡി ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നീ സ്ഥലങ്ങളെയാണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്നത്. അവർ ലിവിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ശ്രദ്ധേയമായ പുസ്തകം രചിച്ച ഇന്ത്യൻ രാഷ്ട്രീയ നേതാവും എഴുത്തുകാരനും ആരാണ്? അവർ ലിവിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ശ്രദ്ധേയമായ പുസ്തകം രചിച്ച ഇന്ത്യൻ രാഷ്ട്രീയ നേതാവും എഴുത്തുകാരനും തന്നിരിക്കുന്നവരിൽ ആരാണ്? ഓപ്ഷൻ സി ശശി തരൂർ. ശശി തരൂരാണ് അവർ ലിവിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ശ്രദ്ധേയമായ പുസ്തകം രചിച്ച ഇന്ത്യൻ രാഷ്ട്രീയ നേതാവും എഴുത്തുകാരനുമായ വ്യക്തി. കണ്ണിൻ്റെ ഉൾഭാഗത്ത് അസാമാന്യമായ മർദ്ദം വർദ്ധിക്കുകയും അത് ഒപ്റ്റിക് നാഡിയെ തകരാറിലാക്കി
കാഴ്ച നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന വൈകല്യം ഏതാണ്? തന്നിരിക്കുന്നവയിൽ കണ്ണിൻ്റെ ഉൾഭാഗത്ത് അസാമാന്യ മർദ്ദം വർദ്ധിക്കുകയും അത് ഒപ്റ്റിക് നാഡിയെ തകരാറിലാക്കി കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്യുന്ന വൈകല്യം ഏതാണ്? ഓപ്ഷൻ ബി ഗ്ലോക്കോമ. കണ്ണിൻ്റെ ഉൾഭാഗത്ത് അസാമാന്യ മർദ്ദം വർദ്ധിക്കുക, അത് ഒപ്റ്റിക് നാഡിയെ തകരാറിലാക്കി കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്യുന്ന വൈകല്യമാണ് ഗ്ലോക്കോമ. ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയോദ്യാനമായി കണക്കാക്കപ്പെടുന്ന ഹെയ്ലി നാഷണൽ പാർക്ക് നിലവിൽ അറിയപ്പെടുന്ന പേര്? ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയോദ്യാനമായി കണക്കാക്കപ്പെടുന്ന ഹെയ്ലി നാഷണൽ പാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്ന പേര്? ഓപ്ഷൻ ബി ജിം കോർബറ്റ് ദേശീയോദ്യാനം. ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയോദ്യാനമായി കണക്കാക്കപ്പെടുന്ന ഹെയ്ലി നാഷണൽ പാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ജിം കോർബറ്റ് ദേശീയോദ്യാനം എന്നാണ്. ഇന്ത്യയിൽ കേന്ദ്രതലത്തിൽ ധനകാര്യ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യയിൽ കേന്ദ്രതലത്തിൽ ഫിനാൻസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ സി രാഷ്ട്രപതി. ഇന്ത്യയിൽ കേന്ദ്രതലത്തിൽ ധനകാര്യ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ തദ്ദേശീയ യുദ്ധവിമാനമായ തേജസ് അടക്കമുള്ള വിമാനങ്ങൾക്കായി കാവേരി എഞ്ചിൻ വികസിപ്പിച്ചെടുത്ത പ്രതിരോധ ഗവേഷണ സ്ഥാപനം ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുടെ തദ്ദേശീയ യുദ്ധവിമാനമായ തേജസ് അടക്കമുള്ള വിമാനങ്ങൾക്കായി കാവേരി എഞ്ചിൻ വികസിപ്പിച്ചെടുത്ത പ്രതിരോധ ഗവേഷണ സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ സി DRDO, പ്രതിരോധ ഗവേഷണ വികസന സംഘടന. DRDOയാണ് ഇന്ത്യയുടെ തദ്ദേശീയ യുദ്ധവിമാനമായ തേജസ് അടക്കമുള്ള വിമാനങ്ങൾക്കായി കാവേരി എഞ്ചിൻ വികസിപ്പിച്ചെടുത്ത പ്രതിരോധ ഗവേഷണ സ്ഥാപനം. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, DRDO. ഇന്ത്യയെയും മ്യാൻമറിനെയും ബന്ധിപ്പിക്കുന്ന റോഡ്, ജലപാത, തുറമുഖങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന തന്ത്രപ്രധാന മൾട്ടി മോഡൽ ഗതാഗത പദ്ധതി? തന്നിരിക്കുന്നവയിൽ ഇന്ത്യയെയും മ്യാൻമറിനെയും ബന്ധിപ്പിക്കുന്ന റോഡ്, ജലപാത, തുറമുഖങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന തന്ത്രപ്രധാനമായ മൾട്ടി മോഡൽ ഗതാഗത പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി കലദാൻ മൾട്ടി മോഡൽ പദ്ധതി. തന്നിരിക്കുന്നവയിൽ കലദാൻ മൾട്ടി മോഡൽ പദ്ധതിയാണ് ഇന്ത്യയെയും മ്യാൻമറിനെയും ബന്ധിപ്പിക്കുന്ന റോഡ്, ജലപാത, തുറമുഖങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന തന്ത്രപ്രധാനമായ മൾട്ടി മോഡൽ ഗതാഗത പദ്ധതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാനായിരുന്നത്? ഓപ്ഷൻ ബി ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത്? ഓപ്ഷൻ ബി സി ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായർ എന്നറിയപ്പെടുന്ന ഇദ്ദേഹമാണ് മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളോടുള്ള വിയോജിപ്പുകളും വിമർശനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത്. സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? തന്നിരിക്കുന്നവയിൽ സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം? ഓപ്ഷൻ ബി പയ്യന്നൂർ. സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്നത് പയ്യന്നൂരിൽ വെച്ചായിരുന്നു. ആരോഗ്യവകുപ്പിന്റെ ആർദ്രം മിഷനിൽ ഉൾപ്പെടാത്തത്? ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗി സൗഹൃദപരമായ സേവനങ്ങൾ ലഭ്യമാക്കുക, പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെ ഫാമിലി ഹെൽത്ത് സെൻ്ററുകളാക്കി വിപുലപ്പെടുത്തുക, ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പാക്കുക, അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾക്ക് വേണ്ട ഫണ്ട് പഞ്ചായത്ത് ലഭ്യമാക്കുകയും ചെയ്യുക. തന്നിരിക്കുന്നവയിൽ ആരോഗ്യവകുപ്പിൻ്റെ ആർദ്രം മിഷനിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി
അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾക്ക് വേണ്ട ഫണ്ട് പഞ്ചായത്ത് ലഭ്യമാക്കുക എന്ന പ്രസ്താവനയാണ് ആർദ്ര മിഷനിൽ ഉൾപ്പെടാത്ത പ്രസ്താവന. 2026 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. തന്നിരിക്കുന്നവയിൽ ഏത് രാജ്യമാണ് ഈ വർഷത്തെ 2026 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത്? ഓപ്ഷൻ ബി ജപ്പാൻ. ജപ്പാനാണ് 2026 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ഏത് സൂക്ഷ്മജീവിയാണ് അത്ലറ്റ്സ് ഫൂട്ട് എന്ന രോഗമുണ്ടാക്കുന്നത്? ഏത് സൂക്ഷ്മജീവിയാണ് അത്ലറ്റ്സ് ഫൂട്ട് എന്ന രോഗമുണ്ടാക്കുന്നത്? ഓപ്ഷൻ ബി ഫംഗസ് എന്ന സൂക്ഷ്മജീവിയാണ് അത്ലറ്റ്സ് ഫൂട്ട് എന്ന രോഗം ഉണ്ടാക്കുന്നത്. പ്രമേഹരോഗ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന ലോഗോ ഏതാണ്? തന്നിരിക്കുന്നവയിൽ പ്രമേഹരോഗ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന ലോഗോ ഏതാണ്? ഓപ്ഷൻ ബി നീലവൃത്തം. നീലവൃത്തത്തിലുള്ള ഒരു ലോഗോയാണ് പ്രമേഹരോഗ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്നത്. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തിരിക്കാം? ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായിട്ടാണ് തിരിക്കാവുന്നത്? ഓപ്ഷൻ സി 3. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ 3ആയിട്ടാണ് തരംതിരിക്കുന്നത്. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ 3ആയിട്ടാണ് ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ തരംതിരിക്കാവുന്നത്. കരിമ്പനപ്പട്ടകളിൽ കാറ്റു പിടിക്കുന്നത് പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു, അത് പകർത്താൻ ശ്രമിച്ചെന്ന് മാത്രം എന്ന വാക്യം OV വിജയന്റെ ഏത് കൃതിയുടെ ആമുഖത്തിലാണ് എഴുതിയിരിക്കുന്നത്? കരിമ്പനപ്പട്ടകളിൽ കാറ്റു പിടിക്കുന്നത് പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു, അത് പകർത്താൻ ശ്രമിച്ചെന്ന് മാത്രം എന്ന വാക്യം OV വിജയന്റെ ഏത് കൃതിയുടെ ആമുഖത്തിലാണ് എഴുതിയിരിക്കുന്നത്? ഓപ്ഷൻ ബി ഖസാക്കിന്റെ ഇതിഹാസം. കരിമ്പനപ്പട്ടകളിൽ കാറ്റ് പിടിക്കുന്നത് പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു, അത് പകർത്താൻ ശ്രമിച്ചെന്ന് മാത്രം എന്ന വാക്യം OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന കൃതിയുടെ ആമുഖത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം. ഇന്ത്യയിൽ സമൂഹശാസ്ത്രം സോഷ്യോളജി എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയിലാണ്? ഇന്ത്യയിൽ സോഷ്യോളജി സമൂഹശാസ്ത്രം എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയിലായിരുന്നു? ഓപ്ഷൻ സി ബോംബെ യൂണിവേഴ്സിറ്റി. ഇന്ത്യയിൽ ബോംബെ യൂണിവേഴ്സിറ്റിയിലായിരുന്നു സമൂഹശാസ്ത്രം സോഷ്യോളജി എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത്. ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ്. ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ് ആരായിരുന്നു? ഓപ്ഷൻ സി ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ ആയിരുന്നു ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതി. തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ വിദ്യാതീരം. തന്നിരിക്കുന്നവയിൽ വിദ്യാതീരം പദ്ധതിയാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതി. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.